നിങ്ങളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ടോ ആൻഡ് ഈ കേസ് കാരണം നിങ്ങൾക്ക് ഒരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് വേണ്ടി പോകാനോ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഞാൻ അഡ്വക്കേറ്റ് സാല ഫർസാന. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങളൊരു പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക നമുക്ക് നോക്കാം. നിങ്ങളൊരു പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ പാസ്പോർട്ട് അതോറിറ്റിയിൽ പോയി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയും അതിനുശേഷം നമുക്കുള്ളൊരു പ്രോസസ്സാണ് പോലീസ് വെരിഫിക്കേഷൻ. ഈ പോലീസ് വെരിഫിക്കേഷനിൽ നിങ്ങൾക്കെതിരെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ഒഫൻസ് ആണോ നിങ്ങളുടെ മേലിൽ ചുമത്തപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഏതാണോ ക്രിമിനൽ കേസിന്റെ ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ ഏത് കോടതിയിലാണ് ഇത് വരുന്നത്, ഏത് പോലീസ് സ്റ്റേഷനാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾ ഒരു ഡോക്യുമെന്റ് ആയിട്ട് പാസ്പോർട്ട് അതോറിറ്റിയിൽ നിന്നും ചോദിക്കുക. നിങ്ങൾ ഈ കിട്ടിയിരിക്കുന്ന റിട്ടേൺ ഡോക്യുമെന്റും അതോടൊപ്പം തന്നെ നിങ്ങൾ കോടതിയിൽ ഒരു റിക്വസ്റ്റുമായി സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് ലഭിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാൻ പറ്റും. ഇനി നിങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാരണം നിങ്ങൾക്ക് വിദേശത്തേക്ക് യാത്ര ചെയ്യണമെന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ കോടതിയിൽ ഒരു എക്സംഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുക. ഈ എക്സംഷൻ പെറ്റീഷനിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് കോടതിയോട് പറയുക, നിങ്ങൾക്ക് ഇന്ന രാജ്യത്ത് ഇന്നൊരു ജോലിയാണ് കിട്ടിയിട്ടുള്ളത്, പ്ലസ് നിങ്ങളുടെ വിസ ഡീറ്റെയിൽസ് മറ്റുള്ള ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾ കോടതിയിൽ സമർപ്പിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പകരം നിങ്ങളുടെ അഭിഭാഷകൻ അല്ലെങ്കിൽ നിങ്ങളെ അഡ്വക്കേറ്റ് അപ്പിയർ ചെയ്തോളാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുക. ഇതിൽ കോടതി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി ചിലപ്പോൾ ചില കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു 2 വർഷത്തിന് ശേഷം നിങ്ങൾ തിരിച്ചു വരേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഒരു കേസിന്റെ ജഡ്ജ്മെന്റ് പ്രൊണൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചു വരേണ്ടി വരും. ഇത്തരത്തിലുള്ള കണ്ടീഷൻ ഇമ്പോസ് ചെയ്തുകൊണ്ട് കോടതി നിങ്ങൾക്ക് എക്സംഷൻ പെറ്റീഷൻ അലൗ ചെയ്തു തരും. അപ്പം അവിടെ നിങ്ങൾക്ക് ഈ എക്സംഷൻ പെറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിദേശത്ത് ജോലിക്ക് പോകാനും സാധിക്കുന്നതാണ്. ഇതേപോലുള്ള ലീഗൽ റൈറ്റ്സുകൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഫോളോ മൈ പേജ്.